നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിച്ചൊരു ചിത്രം ഇന്ന് ചൈനയിലെ ഷാങ്ഹായിൽ നിന്ന് പുറത്തു വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൈകോർത്തു നിൽക്കുന്ന ചിത്രം. വേണ്ട ട്രംപേ വേണ്ട, കളി ഇന്ത്യയോട് വേണ്ട. ട്രംപിൻ്റെ താരിഫ് സമ്മർദ്ദത്തിന് ആയുസില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഭീഷണി വന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള നയതന്ത്രം ഈ രാജ്യത്തിനറിയാം. ഇന്ത്യയും റഷ്യയും ചൈനയും ഒന്നിക്കുമ്പോൾ വിപണികൾക്ക് വലിപ്പമേറും. ട്രംപിനുള്ള പണി വരാനിരിക്കുന്നതേയുള്ളൂ. ഒറ്റയ്ക്കൊരു രാജ്യമോ അതോ കൂട്ടായ ശക്തിയോ, ആരുടെ തന്ത്രങ്ങളാണ് വിജയിക്കുന്നതെന്ന് കണ്ടറിയാം. അതിന് അധിക നാൾ വേണ്ട. ഇന്ത്യയെ എണ്ണയൊഴിച്ചു തെന്നി വീഴ്ത്താൻ ട്രംപ് ഇത്തിരി പുളിക്കും. റഷ്യയിൽ നിന്ന് എണ്ണ പ്രവാഹം തുടരും. അത് നിർത്താൻ ട്രംപിനാവില്ല. എണ്ണയിൽ കുടുക്കിയുള്ള സമ്മർദ്ദവും നടക്കില്ല. ലോകം വിശാലമാണ് ട്രംപേ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കെട്ടിക്കിടക്കില്ല, അത് തീർച്ച. നോക്കാം പ്രധാന വാർത്തകൾ. പുതിയ സഖ്യം രൂപീകരിക്കുന്നതിന്റെ സൂചനയുമായി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. പുടിൻ ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നടന്നത് സർവകാല വിൽപ്പനയെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. 297.3 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയത് ഇതിന് തെളിവെന്നും മന്ത്രി. താരിഫ് ആഘാതത്തിൽ തകർന്ന് രൂപ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88 രൂപ കടന്നു. രൂപയുടെ പ്രകടനം സൂക്ഷ്മമായി നിരീക്ഷിച്ച് റിസർവ് ബാങ്ക്. 17 വർഷത്തെ ഉയർച്ചയിൽ രാജ്യത്തെ നിർമ്മാണ മേഖല. വളർച്ചയ്ക്ക് കാരണം ഡിമാൻഡ് ഉയർന്നതെന്ന് HSBC ഇന്ത്യ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി ഓഹരി വിപണിയിൽ ഇതേവരെ പ്രകടമായിട്ടില്ലെന്ന് മോർഗൻ സ്റ്റാൻലി. നിലവിലെ ഓഹരി വിലകളിൽ അത് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടില്ലെന്നും റിപ്പോർട്ട്. വിശദമായ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓഹരി വിപണിയിലേക്ക് തന്നെ ആദ്യം കിടക്കുന്നു. ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 555 പോയിന്റ് ഉയർന്ന് 80,364-ലും നിഫ്റ്റി 198 പോയിന്റ് ഉയർന്ന് 24,625-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സിൽ ഓഹരികളിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ട്രെൻഡ്, എറ്റേണൽ, റഷ്യൻ പെയിന്റ്സ്, ഇൻഫോസിസ് എന്നിവ 2% മുതൽ 3.7% വരെ നേട്ടമുണ്ടാക്കി. സെക്ടർ സൂചികളിൽ നിഫ്റ്റി, മീഡിയ, ഫാർമ എന്നിവ ഒഴികെ മറ്റെല്ലാ സൂചികകളും നേട്ടത്തിലെത്തി. നിഫ്റ്റി ഓട്ടോ 2.80%, IT 1.59%, റിയൽറ്റി 1.64% ഇടിഞ്ഞു. BSE മിഡ് ക്യാപ് സൂചിക 2%, സ്മോൾ ക്യാപ് സൂചിക 1.7% ഉയർന്നു. ഇനി നമ്മൾ ആദ്യം തുടങ്ങി വച്ച വാർത്തയിലേക്ക്. പുതിയ സഖ്യം രൂപീകരിക്കുന്നതിന്റെ സൂചനയുമായി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. പുടിൻ, ഷീ ജിൻപിങ് എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. അത്യപൂർവവും അസാധാരണവുമായ കാഴ്ചയെന്ന വിശേഷണത്തോടെയാണ് ഏഷ്യയിലെ പ്രമുഖ നേതാക്കളുടെ കൂടിക്കാഴ്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഫോട്ടോ സെഷന് തൊട്ടു മുൻപായിരുന്നു 3 നേതാക്കളുമായുള്ള ചർച്ച നടന്നത്. ട്രംപിനുള്ള മറുപടിയാണ് ഈ ചിത്രങ്ങളെന്നാണ് വിലയിരുത്തൽ. ടിയാൻജിനിലെ ഇടപെടലുകൾ തുടരുന്നു എന്ന ടാഗോടെ മോദിയാണ് എക്സിൽ ചിത്രങ്ങൾ പങ്കുവച്ചതും. പരസ്പരം ആലിംഗനം ചെയ്യുകയും ഹസ്തദാനം കൊടുക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ സൂചനയായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേസമയം താരിഫ് ആഘാതത്തിൽ ബുദ്ധിമുട്ടുന്ന 20ഓളം രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഉച്ചകോടി ഈ രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം വിളിച്ചോതുന്നുവെന്നാണ് നിലവിലെ റിപ്പോർട്ട്. അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന റഷ്യയ്ക്ക് മറ്റൊരു നയതന്ത്ര വിജയം സമ്മാനിക്കാനും ഉച്ചകോടിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സപ്ലൈകോയെ അങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. അവിടെ സാധനങ്ങളുമുണ്ട്, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് വിൽപ്പനയുമുണ്ട്. ഇക്കഴിഞ്ഞ മാസത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നടന്നത് സർവകാല റെക്കോർഡുകൾ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തകർക്കുന്ന വിൽപ്പന നടന്നു എന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. 297.3 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇത്തവണത്തെ ഓണത്തിനും വളരെ മുൻകൂട്ടി തന്നെ ഫലപ്രദമായി വിപണിയിൽ ഇടപെടാനും അവശ്യവസ്തുക്കളുടെ ക്ഷാമമോ വിലക്കയറ്റമോ ബാധിക്കാത്ത വിധം ഈ ഉത്സവകാലത്തെ കൈകാര്യം ചെയ്യാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനും സപ്ലൈകോയ്ക്കും കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു.
ഓഗസ്റ്റ് മാസത്തിൽ 45.4 ലക്ഷം ഉപഭോക്താക്കൾ സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചു. ഓഗസ്റ്റ് 11-12 തീയതികളിൽ പ്രതിദിന വിറ്റുവരവ് 10 കോടി കവിഞ്ഞ് ക്രമാനുഗതമായി വർദ്ധിച്ച 27-ന് സപ്ലൈകോയുടെ തന്നെ ചരിത്രത്തിലെ റെക്കോർഡ് വിറ്റുവരവായ 15.7 കോടിയിലെത്തി. ഓഗസ്റ്റ് 29-ന് ഈ റെക്കോർഡ് ഭേദിച്ച് 17.91 കോടിയായി എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഓണത്തിന് 183 കോടിയുടെ വിൽപ്പനയാണ് നടന്നത്. ഇത്തവണ 300 കോടിയിൽ കുറയാത്ത വിൽപ്പനയാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നതെങ്കിലും ഇപ്പോൾ തന്നെ വിൽപ്പന 307 കോടി രൂപയായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. സപ്ലൈകോ പുറത്തിറക്കിയ ഓണം ഗിഫ്റ്റ് പദ്ധതിക്കും വലിയ പ്രതികരണമാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. മൈഫിൻ TV, തിരുവനന്തപുരം. താരിഫ് ആഘാതത്തിൽ തകരുകയാണ് രൂപ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88 രൂപ കടന്നു. രൂപയുടെ പ്രകടനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു റിസർവ് ബാങ്ക്. 88.30 എന്ന ഏറ്റവും താഴ്ന്ന നിലയും കടന്ന് രൂപ തകർന്നതോടെയാണ് വിപണിയിൽ ആശങ്ക ശക്തമായത്. ഇതോടെയാണ് റിസർവ് ബാങ്കും കറൻസി വിപണിയിലേക്ക് ശ്രദ്ധ നൽകുന്നതെന്നാണ് റിപ്പോർട്ട്. യുഎസിന്റെ താരിഫിന് പുറമെ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപർ പിൻവലിയുന്നത്, ഓഹരി വിപണിയുടെ തുടരുന്ന ചാഞ്ചാട്ടം എന്നിവയും രൂപയ്ക്ക് വെല്ലുവിളിയായി. വിദേശ നിക്ഷേപങ്ങളുടെ പിന്മാറ്റം മൂലം ഓഹരി വിപണിയിലുള്ള ഇടിവാണ് ഡോളർ ഡിമാൻഡ് കുത്തനായി ഉയർത്തുന്നതും. ഒപ്പം ഇന്ത്യയുടെ വ്യാപാര കമ്മിയെക്കുറിച്ചുള്ള ആശങ്കകളും ശക്തമാണ്. 3 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവിലാണ് കഴിഞ്ഞ 2 ദിവസമായി രൂപ തുടരുന്നത്. റിസർവ് ബാങ്ക് ഡോളർ വിറ്റഴിച്ചാണ് രൂപയെ അല്പമെങ്കിലും കരകയറ്റിയത്. ഈ വർഷം ഇതുവരെ രൂപയുടെ മൂല്യം 6% ഇടിഞ്ഞെന്നാണ് കണക്ക്. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുരോഗതി കാണുന്നില്ലെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ സ്ഥിരത പ്രതീക്ഷിക്കാനാവില്ലെന്നാണ് കരൂർ വൈശ്യ ബാങ്കിന്റെ ട്രഷറി മേധാവി VRC റെഡ്ഡി പറയുന്നത്. രൂപയുടെ മൂല്യം സ്ഥിരമായി ഇടിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിൽ വലിയ ഇടിവുണ്ടാകും. ഇറക്കുമതി ചെലവ് വൻതോതിൽ കൂടും. ക്രൂഡ് ഓയിലിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ ഇത് സാരമായി ബാധിക്കും. വളർച്ചാ നിരക്ക് കുറയും. ഒപ്പം വിദേശ കടങ്ങളുടെ തിരിച്ചടവിന് ചെലവേറും. പണപ്പെരുപ്പം കൂടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. താരിഫിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നു. രൂപയുടെ ഇടിവ് തുടരുന്നു. പക്ഷെ നിർമ്മാണ മേഖല ഉയർച്ചയിൽ തന്നെയാണ്. നോക്കാം, 17 വർഷത്തെ ഉയർച്ചയിൽ രാജ്യത്തെ നിർമ്മാണ മേഖല എത്തി നിൽക്കുന്നു. അതിവേഗ വളർച്ചയ്ക്ക് കാരണമായത് ശക്തമായ ആവശ്യകതയെന്ന് HSBC വ്യക്തമാക്കുന്നു. ഓഗസ്റ്റിൽ നിർമ്മാണ മേഖലയുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക 59.3 ആയാണ് ഉയർന്നത്. 2008 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണിത്. ജൂലൈയിൽ 59.1 നിലവാരത്തിലായിരുന്നു വളർച്ച. ഇന്ത്യയുടെ നിർമ്മാണ മേഖല ആഭ്യന്തരമായ തലത്തിൽ ശക്തമായ ആവശ്യകതയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. 5 വർഷത്തിനിടെ ഏറ്റവും വേഗതയേറിയ വളർച്ചയാണിത്. എന്നാൽ താരിഫ് കാരണം ആഗോളതലത്തിലെ ഓർഡറുകളിൽ കുറവുണ്ടായി. അതുകൊണ്ട് തന്നെ കയറ്റുമതി ഓർഡറുകൾ കുറഞ്ഞുവെന്നും HSBC ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിൽ തൊഴിൽ നിയമനങ്ങൾ ഉയർന്നിട്ടുണ്ട്. 2024 നവംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ അവസരങ്ങളാണ് തൊഴിൽ മേഖലയിലുള്ളത്. എന്നാൽ ക്രമാനുഗതമായ മാറ്റം ഉണ്ടാവുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളും താരിഫ് പ്രത്യാഘാതങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ബിസിനസ് മേഖലയുടെ ആത്മവിശ്വാസം ശക്തമായി തുടരുന്നുവെന്നാണ് ഡേറ്റ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ശക്തമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. അത് തകർക്കാൻ പെട്ടെന്ന് കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഒരു ശക്തി ഓഹരി വിപണി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. നിലവിലെ ഓഹരി വിലകളിൽ അത് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക കോർപ്പറേറ്റ് വരുമാന വളർച്ച ഏറ്റവും മികച്ച നിലയിലാണുള്ളത്. ഇനിയും വരാനിരിക്കുന്നത് മുന്നേറ്റമാണ്. എന്നാൽ ഈ ശക്തി ഓഹരി വിപണി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കിയത്. രാജ്യം അതിന്റെ വളർച്ചാ ചക്രത്തിന്റെ നിർണായക പോയിന്റിലാണ്. ശക്തമായ ആഭ്യന്തര ഉപഭോഗം, യുവാക്കളുടെ എണ്ണത്തിലെ വർധന, ബിസിനസിനെയും നിക്ഷേപത്തെയും പിന്തുണയ്ക്കുന്ന നയപരിഷ്കാരങ്ങൾ, അടിസ്ഥാന സൗകര്യ നിക്ഷേപം എന്നിവയെല്ലാം കരുത്താണ്. ഒപ്പം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഒരു വലിയ കളിക്കാരനായി മാറുകയാണ്. രാജ്യത്തിന്റെ ധനനയത്തിലെ സ്ഥിരതയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുന്നു. കൂടുതൽ സംരംഭകരും സ്റ്റാർട്ടപ്പുകളും ഉയർന്നുവരുന്നത് അതുകൊണ്ടാണ്. കമ്പനികൾ മൂലധന ചെലവിനായി കൂടുതൽ ചെലവഴിക്കുന്നു. ഇതും വളർച്ചയെ സൂചിപ്പിക്കുന്നു. എന്നിട്ടും എമർജിംഗ് വിപണികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണികൾ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. MSMI എമർജിംഗ് മാർക്കറ്റ് സൂചിക ഈ വർഷം ഇതുവരെ 17% ഉയർന്നു. ഇതിന് വിപരീതമായി ഇന്ത്യയുടെ നിഫ്റ്റി 50 സൂചിക 3% താഴെയാണ് മുന്നേറിയത്. 8 മാസത്തിൽ 4 തവണ മാത്രമേ മുന്നേറ്റം കാഴ്ചവെച്ചുള്ളൂ എന്നതും ആശ്ചര്യകരമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ സുഹൃത്തുക്കൾ ആരൊക്കെ എന്ന ചോദ്യം ഇപ്പോൾ പ്രധാനമായി ഉയരുന്നു. ലോക രാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേക രാജ്യത്ത്
അമേരിക്കയുമായി ശക്തമായ ബന്ധം ഉണ്ട് എന്ന് മോദി പല പ്രാവശ്യവും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് ഈ താരിഫിൻ്റെ കാര്യത്തിൽ? എന്നാൽ ഇപ്പോൾ റഷ്യയുമായി കൂട്ടുകൂടാൻ ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്നു. ഇന്ത്യ റഷ്യ ബന്ധം സുദൃഢം, മൂന്നാം കക്ഷിക്ക് അത് തകർക്കാനാവില്ലെന്ന് യു എസിനെ പരോക്ഷമായി പരാമർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരും എന്ന് മോദി ഉറപ്പിക്കുന്നു. ഊർജ്ജരംഗത്തെ സഹകരണം തുടരുമെന്നാണ് മോദിയും പുടിനും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. വ്യാപാരം, വളം, ബഹിരാകാശം, സുരക്ഷ എന്നീ മേഖലകളിലും ഉഭയകക്ഷി സഹകരണം ശക്തമാക്കും. ഇന്ത്യ പുടിന്റെ സന്ദർശനത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് മോദി പറഞ്ഞത്. മോദിയെ ഡിയർ ഫ്രണ്ട് എന്ന അഭിസംബോധനയോടെയാണ് പുടിൻ ചേർത്തുപിടിച്ചത്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. ഒരേ കാറിലാണ് ഇരുവരും കൂടിക്കാഴ്ചയുടെ വേദിയിലെത്തിയത്. റഷ്യ യുക്രൈൻ യുദ്ധം, വ്യാപാര കരാറുകൾ അടക്കമുള്ളവ യോഗത്തിൽ ചർച്ചയായി. റഷ്യ ഇന്ത്യ ബന്ധം ഏറെ ആഴത്തിലുള്ളതാണെന്നും ഈ കൂടിക്കാഴ്ചയോടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും പുടിൻ പറഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണം സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ച് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി അംഗീകരിച്ചു. പാക് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്. പഹൽഗാം ആക്രമണം ഷാങ്ഹായ് ഉച്ചകോടി പ്ലീനറി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. ഭീകരവാദം മാനവരാശിക്ക് ഭീഷണിയാണെന്നും ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയെന്നും മനുഷ്യത്വത്തിന് എതിരായ ആക്രമണത്തിൽ ഏവരും ഒരുമിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വർണം വെള്ളി നിരക്ക് കൂടിയോ? അറിയാം. എന്തായാലും സ്വർണത്തിൻ്റെ വില ഗ്രാമിന് 10,000-ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമിന് 85 രൂപയും പവന് 680 രൂപയുമാണ് കൂടിയത്. സ്വർണം ഗ്രാമിന് 9,705 രൂപയും പവന് 77,640 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണ വിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 70 രൂപ കൂടി 7,940 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയിലും വർധന. ഗ്രാമിന് 2 രൂപ ഉയർന്ന് 130 രൂപ ഇടയിലാണ് വ്യാപാരം നടന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.